ഹലോ വെൽക്കം ടു വിസ് ക്യാൻ വേവ്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് സെറ്റ് സാരി ബ്ലൗസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കാൻ നോക്കാം. അങ്ങനെ ഒരുപാട് വർക്കൊന്നുമില്ല, പക്ഷേ നമ്മൾ സാധാരണ സൂചി നൂലൊക്കെ ഉപയോഗിച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവും കൂടി നമുക്ക് ജോയിൻ ചെയ്യാണ് വേണ്ടുള്ളൂ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഫ്രെയിം ഇല്ലെങ്കിലും നമുക്ക് കയ്യിൽ വെച്ച് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. മറ്റേ നമ്മൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ സ്ലീവ് എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് അതൊന്ന് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ 5.25 ഇഞ്ചിലാണ് ഞാൻ അടിക്കേണ്ടത് രണ്ട് സൈഡിലേക്കും. അപ്പോൾ ഞാൻ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് താഴെ ഒരു പേപ്പറും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ സ്ലീവ് നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ ഇതിൽ ഇനി ലൈനിങ്ങും വെക്കുന്നില്ല, അതുപോലെ താഴെ മടക്കി അടിക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ഈ ഒരു സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ലൈനിങ് വെക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ താഴെ മടക്കി അടിക്കുന്നതിന് മുൻപോ ആണെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മൾ വിട്ട ശേഷം വേണം വർക്കുകളെല്ലാം നമുക്ക് മുകളിലോട്ട് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ ഫെവിക്രിൽ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അറ്റത്തായിട്ട് ഒരു ലൈൻ മാത്രം നമുക്കൊരു സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്, 10 ഇഞ്ചായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ സ്റ്റോൺ ചെയിൻ ശേഷം ഞാൻ വെക്കുന്നത് ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. പക്ഷേ ഞാൻ വെക്കുമ്പോൾ ഒന്ന് ചെരിച്ചിട്ട് വെക്കുന്നു, അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഓരോ ഇഞ്ച് ഗ്യാപ്പിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ആക്ച്വലി ഒരു വലിയൊരു കാര്യമായിട്ടുള്ള ഒരു ഡിസൈനൊന്നും പഠിപ്പിക്കേണ്ട ഡിസൈനൊന്നും ആയിട്ടൊന്നുമല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് സാധാരണ സൂചിയും നൂലും കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡിസൈനാണ്. നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും നമ്മളുടെയൊക്കെ സെറ്റ് സാരി ഈ ഓണത്തിന് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. കുറേ പേർക്ക് ഇത് ടഫാണ്, അല്ലെങ്കിൽ നിറയെ കാര്യങ്ങൾ ഇതിൽ അറിയാനുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആരി വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നീറ്റൊക്കെ ആവണം. എങ്കിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള സാരിയും ബ്ലൗസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഞാനിവിടെ സാധാരണ ഒരു സൂചിയും നൂലും എടുത്തിട്ടുണ്ട്. നൂല് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ തുന്നാനൊക്കെ എടുക്കുന്ന സ്വിങ് ത്രെഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഗോൾഡൻ കളറിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഇതുപോലത്തെ എന്താ പറയുക, നമുക്കിങ്ങനെ ബീഡ് പോലത്തെ മണി ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഞാൻ ഈ ഒരു ഡയമണ്ട് ഷേപ്പിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള 3 അറ്റത്തും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ഫ്ലവർ പോലെ അത് ഫോം ചെയ്യും. എന്നാൽ ഇതേപോലെ അതിൻ്റെ എല്ലാ സൈഡിലും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ താഴെ ലോക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ അടുത്ത സ്ലീവാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ഉള്ളതുകൊണ്ട് ഞാനത് ഇതിൻ്റെ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴെ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കൂടി കൊടുക്കണം. ഇതുപോലെ നമ്മളെല്ലാ കുന്തൻ സ്റ്റോണിൻ്റെ ചുറ്റും 3 ബീഡ് വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ താഴെ സാധാരണ നമ്മളെങ്ങനെയാണോ ത്രെഡൊക്കെ ലോക്ക് ചെയ്യുക അതുപോലെ നമ്മളിതുപോലെ ഒന്ന് 2-3 തവണ കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ കുന്തൻ സ്റ്റോണിൻ്റെ ചുറ്റും ചെയ്തെടുത്ത ശേഷം ചെയിനൊന്ന് നന്നായിട്ട് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 സ്റ്റോണിൻ്റെ അപ്പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. ഇനി നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ്, അതായത് ആങ്കർ ത്രെഡ് എന്ന് പറയും, അതിൻ്റെ ഒരു 6 സ്ട്രാൻഡ്സ് ഇതുപോലെ ഇങ്ങനെയായിട്ടാണ് കിട്ടുക. അപ്പോൾ അത് മുഴുവൻ കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ഹോളുള്ള ഒരു സൂചിയും ഒരു സൈഡ് അത് കെട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി അത് ഒരറ്റത്ത് നമ്മൾ കെട്ടിട്ട് ഇതേപോലെ താഴേന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചിട്ട് നമ്മുടെ സൂചിയിൽ ഇതൊരു 2-3 ടൈം നമുക്ക് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ കുത്തിയെടുത്തത് അതിൻ്റെ തൊട്ടടുത്ത് കൂടെ നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ഒരു ചെറിയൊരു മുത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതാണ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. ഇത് ടൈറ്റായിട്ട് ചെയ്താൽ ഫ്രഞ്ച് നോട്ടും ഒരല്പം ലൂസായിട്ട് ചെയ്താൽ റിംഗ് നോട്ടും ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതേപോലെ തന്നെ നമുക്കിതിലെ എല്ലാ സൈഡിലും ചെയ്തെടുക്കണം. ഞാനൊരു 3 ഫ്രഞ്ച് നോട്ടാണ്, താഴെ 2 അതിൻ്റെ സെൻറ്ററിൽ മുകളിലായിട്ട് ഒന്നും കൂടി കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാരിയുടെ കളർ, അതായത് കരയുടെ ഭാഗത്ത് ഇതുപോലെ ടിഷ്യൂവും അതുപോലെ മെറൂൺ കളറുമാണ് വന്നിട്ടുള്ളത്. അതുപോലെ ടാസൽസും മെറൂൺ കളറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ത്രെഡ് ചൂസ് ചെയ്തത്. ഇത് തന്നെ നമുക്ക് ഈ ഗ്യാപ്പുകളിൽ എല്ലായിടത്തും ഫില്ല് ചെയ്യാം.
ഇനി ഞാൻ ഈ ഒരു കുന്തൻ സ്റ്റോൺ ഇത് അതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ആ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ചെറിയ കട്ട് ബീഡും, അതും ഗോൾഡൻ കളർ തന്നെയാണ്, അതേപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബീഡുമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ ത്രെഡും നീഡിലും വെച്ചിട്ടാണ്. വളരെ ചെറിയ നീഡിൽ വേണം ഇതിനെടുക്കാൻ. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു നീഡിലിൻ്റെ ബോക്സ് കാണിച്ചില്ലേ, അത് അത്ര റേറ്റൊന്നുമില്ല. അത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കതിൽ എല്ലാ തരം നീഡിലും കിട്ടും. അപ്പോൾ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു സ്പേസ് മുഴുവനും ഒരു ഷുഗർ ബീഡ്, ഒരു കട്ട് ബീഡ് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ബ്ലൗസിലായാലും ചുരിദാറിലായാലും ഒക്കെ ഈ ഓണത്തിന് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നല്ല നല്ല ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോയെ കുറിച്ചിട്ടുള്ള എന്ത് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.